പ്രവാചകർക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ടൈറ്റിലാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവാചകൻ മുഹമ്മദായി മാറിയത്, സർവരാലും സ്തുതിക്കപ്പെട്ടവരായി മാറിയത്, സർവലോകത്തും വാഴ്ത്തപ്പെട്ടവരായി മാറിയത്. നബിയെ, തങ്ങളുടെ ഓർമ്മകളുടെ ഓരങ്ങളെ നാം ഉയർത്തിയില്ലയോ നബിയെ? അല്ലാഹുവിനോടൊപ്പം റസൂലിനെ പറയുകയാണ്, എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീർന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്. ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് കടേക്കര മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ അങ്കണത്തിലേക്ക് ഒതുവെടുത്തുകൊണ്ട് നിസ്കരിക്കാനായി പള്ളിയിലേക്ക് കയറി വന്ന പിതാവേ, പള്ളിയിലേക്ക് കയറി വന്ന ചെറുപ്പക്കാരാ, ആ ബാങ്ക് കേട്ടുകൊണ്ട് വീട്ടിന്റെ അകത്തറത്ത് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി നിസ്കാരത്തിലേക്ക് കടന്നു വന്ന പെങ്ങളെ, ആ നിസ്കാരത്തിലതാ നിൽക്കുകയാണ്. അല്ലാഹു അക്ബർ. നിസ്കാരം, ആ നിസ്കാരത്തിൽ കൈവെട്ടുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ എത്ര മഹോന്നതനാണ്, എത്രയും വലിയ എത്രയോ വലിയ മഹോന്നതനാണ്. ആ നിലയ്ക്ക് ആ മഹോന്നതയെ സമ്മതിച്ചുകൊണ്ട് പറയുകയാണ്, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض حنيفا إن صلاتي ونسكي ومحياي. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ നിസ്കാരങ്ങള്, എന്റെ സർവമാന സൽക്കർമ്മങ്ങളും നാഥാ, അത് നിനക്കുള്ളതാണല്ലാ എന്ന് പറഞ്ഞ് അല്ലാഹുമായുള്ള ലേനമാണ്. ആ ലേനമതാ ഫാത്തിഹയിലൂടെ, അതേ ഖിയാമിലൂടെ, റുകൂഇലൂടെ, ഇഅ്തിദാലിലൂടെ, സുജൂദിലൂടെ, ആരുടെ മുമ്പിലും അതാ നെറ്റിത്തടം കണ്ടുപിടിക്കാത്ത ആ